ഹലോ ഫ്രണ്ട്സ്, അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിതാ വീണ്ടും ഒരു പുതിയ ഐറ്റവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഐറ്റം മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്നത്തെയും പോലെ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും കൂടുതൽ പേരൊന്നും ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഇതുപോലെ റസ്ക് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ബ്രെഡ്, ബിസ്ക്കറ്റ് ഇതൊക്കെ വെച്ചിട്ട് ഒത്തിരി ഇതുപോലത്തെ പുഡിങ്ങിൻ്റെ റെസിപ്പീസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ റസ്ക് വെച്ചിട്ട് അധികം ഞാനൊന്നും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഈ കസ്റ്റർഡ് പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ, അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പാല് തിളച്ച് വരുമ്പോൾ ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സും കൂടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അടുത്ത നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ എടുത്ത് വെക്കാൻ മറക്കല്ലേ. സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ റസ്ക് എല്ലാം അതിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ആദ്യമേ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി പ്രൊസീജിയറെല്ലാം തുടങ്ങിയത്. ഇനി പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് കട്ടിയായി പോകാതെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുക്കി പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരുപാട് അങ്ങ് തിക്കായി പോവാതെ നോക്കണം. അധികം അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്, അധികം ലൂസാവുകയും വേണ്ട. കുറച്ച് തിക്കായി തന്നെ കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കണം. പഞ്ചസാര കുറച്ചൊന്ന് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ ചേർത്താൽ മതി. മധുരം കൂടിപ്പോകരുത്. ഇത്തിരി ഒന്ന് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോകരുത്. കാരണം ഇതിലേക്ക് ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മധുരം നോക്കി ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. കുറുകി വന്നാൽ മതി. ഒരുപാട് അങ്ങ് തിക്കാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിക്കായി പോയാൽ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. കസ്റ്റാർഡ് മിക്സ് റെഡിയായി കഴിഞ്ഞാൽ ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 സ്പൂൺ പഞ്ചസാരയും ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. നന്നായിട്ട് തിളച്ച് കിട്ടിയാൽ മതി. നൂൽ പരുവാതെ ഒന്നും വേണ്ട, വറ്റി വരെ അങ്ങനെ ഒന്നും വേണ്ട. നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കിട്ടണം. ഇനി ഞാൻ റസ്ക് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിനുള്ള പാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഞാനെടുത്തു. സ്ക്വയർ ഷേപ്പിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഈ റസ്കിൻ്റെ മേലെ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് റസ്ക് സോഫ്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ കുറച്ചും കൂടി മധുരമായിട്ട് വരും. ഈ ലാസ്റ്റ് കഴിക്കുമ്പോൾ ആ ഓവറായിട്ടുള്ള മധുരം ഒന്നും തോന്നില്ല. കാരണം അത്രയ്ക്കുള്ള പഞ്ചസാരയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളും അതുപോലെ എടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഭാഗത്ത് കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സും അതേപോലെ അടുത്ത ഭാഗത്ത് ചെയ്യുന്നത് ഇതാണ് മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു പാക്കറ്റാണ് എനിക്ക് കിട്ടിയത്. ഇത് വന്നിട്ട് 85 രൂപയാണ്. ഇനി ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് വേണോ എടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒരു സൈഡ് മാത്രം നേരെ പകുതി സൈഡ് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡായി വരണം. അതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇനി മറുഭാഗത്ത് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. എന്തായാലും ലാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് കിട്ടിയത്. ഇനി ഇതുപോലെ ഒരു സൈഡിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നു. അതും കൂടി സ്പ്രെഡ് ചെയ്ത ശേഷം അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ഇതേ രീതിയിൽ തന്നെ ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ചെയ്യുമ്പോൾ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്ന. ബാക്കിയൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ബ്രെഡ് ഏത് വെച്ച് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ റസ്ക് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്.
കാരണം ഈ റസ്കിൽ ഏലക്കയുടെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഏലക്കയുടെ ഫ്ലേവറുള്ള റസ്ക്കാണ് ഞാൻ എടുത്തത്. അതാണ് ഏറ്റവും നല്ലത് ഇതിന്. ഇനി ബാക്കി സെറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. നേരത്തെ കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്ത സ്ഥലത്ത് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചെയ്യണം. കസ്റ്റാർഡ് പൗഡർ ചെയ്ത സ്ഥലത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്യണം. അങ്ങനെ നേരെ തിരിച്ചു മറിച്ചും അതേപോലെ ചെയ്യണം. രണ്ടാമത്തെ ലെയർ റസ്ക് വെച്ചപ്പോൾ അതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഒഴിക്കാം. ഞാൻ ഒഴിക്കാത്തതെന്ന് വെച്ചാൽ ഇനി മധുരം ഓവർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. മധുരം എനിക്ക് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആ ഷുഗർ സിറപ്പ് രണ്ടാമത്തെ ലെയറിൽ ഒഴിവാക്കി. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും അതും കൂടി ചെയ്യാം. അതാവുമ്പോൾ രണ്ടാമത്തെ ലെയർ പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നേരത്തെ ചെയ്തതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ വീണ്ടും കസ്റ്റാർഡ് പൗഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാകുമ്പോൾ കാണാനും ഒരു ഭംഗി കിട്ടില്ല, അവിടെ ഒരു തിക്നെസ്സും കിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് ലെയറായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും. ഒരു വ്യത്യാസവും വരില്ല, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. അതേസമയത്ത് ഈ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ലെയർ ഫ്രഷ് ക്രീം, അത് കഴിഞ്ഞിട്ട് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രഷ് ക്രീം, ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. രണ്ട് പാർട്ടായിട്ട് തിരിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തായാലും പുഡിങ്ങിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് അലങ്കാര പണികൾ. ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബദാം ഗ്രേറ്റ് ചെയ്തിടാം, അതുപോലെ തന്നെ പിസ്ത ഗ്രേറ്റ് ചെയ്തിടാം, അണ്ടിപ്പരിപ്പ് ഇടാം, മുന്തിരിങ്ങ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും ഇതിൻ്റെ മേലെ ചേർക്കാവുന്നതാണ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അതൊക്കെ നല്ലൊരു വെറൈറ്റി, കാണാനും ഒരു വെറൈറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ കഴിക്കാനും വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇത് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിലൊന്ന് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിൽ മാറ്റി ഫ്രിഡ്ജിലിരുന്നും 1 മണിക്കൂർ തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. എല്ലാം നന്നായിട്ട് സോഫ്റ്റായി കറക്റ്റ് ടേസ്റ്റിൽ വരുന്നത്. ഈ ഒരു കറക്റ്റ് 2-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. എനിക്കാണെങ്കിൽ അത്രയും ക്ഷമയില്ലായിരുന്നേ, അതുകൊണ്ട് ഞാനൊരു കറക്റ്റ് 2 മണിക്കൂറായപ്പോൾ ഞാൻ എടുത്തു. 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിലും ഒന്ന് സെറ്റായി, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചു. അപ്പോഴേക്കും സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ റെസിപ്പികളും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് വീഡിയോസും ഇടുന്നുണ്ട്. ഈ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണോ അഭിപ്രായം അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.